തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എം.വി. ഗോവിന്ദന്റെ പേര് പറയാതെ വിമർശനവുമായി സി.പി.എം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഔചിത്യം പാലിക്കണമായിരുന്നു. താനായിരുന്നെങ്കിൽ അത് പാലിക്കുമായിരുന്നു. മലപ്പുറത്ത് നടന്ന ഇ.എം.എസിന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം.എ. ബേബി. ചിലര് അവരുടെ അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കും. അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അതേസമയം ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ ഒരുപക്ഷെ അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. ആ ഒരു വശമുണ്ട്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കൃത്യമായ ഒരു വിമർശനം, പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഔചിത്യ ബോധം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എം.വി. ഗോവിന്ദൻ എന്ന് തന്നെയാണ് ആ വിമർശനത്തിന്റെ അർത്ഥം. കഴിഞ്ഞ 7-8 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേർന്ന CPM-ന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായതാണ്. പി.കെ. ശ്യാമളയുടെയും ഒപ്പം പയ്യന്നൂരിൽ T.I. മധുസൂദന്റെയും സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന നേതൃത്വത്തിനും തെറ്റുപറ്റിയെന്നായിരുന്നു ഇവിടെ അവതരിപ്പിച്ച റിവ്യൂ മീറ്റിംഗിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ തന്നെ പറഞ്ഞത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തെറ്റുണ്ടായെന്ന് സ്വയം പ്രശ്നപരമായി CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റിയെ തിരുത്തേണ്ടിയിരുന്നത് സംസ്ഥാന നേതൃത്വമായിരുന്നു. അതിൽ സംസ്ഥാന നേതൃത്വത്തിനും തെറ്റുപറ്റി എന്നാണ് റിവ്യൂ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ 13-14 തീയതികളിൽ മലപ്പുറം അരീക്കോട് EMSന്റെ ലോകമെന്ന പേരിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ എഴുതി തയ്യാറാക്കി നൽകിയ ഒരു ചോദ്യത്തിന് ഉത്തരമെന്ന നിലയ്ക്കാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഈ വിമർശനം വീണ്ടും ഉയർത്തുന്നത്. ആ വിമർശനം പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹത്തിനെതിരെയാണ്. ചോദ്യം എഴുതി നൽകിയത് ഇങ്ങനെയായിരുന്നു. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബന്ധുക്കളായ ആളുകളെ, സ്വന്തക്കാരായ ആളുകളെ നിർത്തിയത് പാർട്ടി തിരിച്ചടിക്ക് കാരണമായെന്ന് എ. വിജയരാഘവൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് അതിന്റെ തുടർച്ചയായി എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അടക്കമുള്ള ആളുകളെ മത്സരിപ്പിച്ചത് തെറ്റായില്ലേ എന്ന ചോദ്യത്തിന് അത് ബൂർഷ്വാ മാധ്യമങ്ങൾ വലിയ തോതിൽ തെറ്റായി വ്യാഖ്യാനിക്കാനും പാർട്ടിക്കെതിരെ അക്രമം നടത്താനും സാധ്യതയുണ്ട്. ഇത് കണ്ടറിഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടിയിരുന്നു എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഒളിയം. ശരി.